എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ പുഴയിലെ പായലിൻ്റെ കാഴ്ച കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ പുഴയിൽ പായൽ വന്നടിയുള്ള ടൈമാണിത്. പായലിൻ്റെ ഒരു സന്ധ്യാസമയമുണ്ടത്. പായലിൻ്റെ സന്ധ്യാസമയത്താണ് ഈ സംഗതി വന്ന് പായൽ വന്ന് കൂട്ടണത്. നേരം വെളുക്കുമ്പോൾ ഇത് പോയിട്ടുണ്ടാവും. പിന്നെ സന്ധ്യക്ക് വരും, അങ്ങനെയാണ്. പിന്നെ ആകാശക്കാഴ്ച കേട്ടോ. ആകാശക്കാഴ്ച എന്ന് വെച്ചാൽ കറുപ്പും ലൈറ്റ് ആയിട്ടുള്ളൊരു മേഘമാണ്. നല്ല ഭംഗിയായിരുന്നത് കാണാനായിട്ട്. അതൊന്നും എടുത്തേന്. പിന്നെ ഈ പായലും ഒരു നീലപ്പൂ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ പൊന്തി വരും. എല്ലാവരും കണ്ടിട്ടുണ്ടാവായിരിക്കും. ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് ഭംഗിയുള്ളൊരു പൂവാണത്. അപ്പോൾ പിന്നെ ഒരു എൻജിൻ വെച്ചിട്ടുള്ളൊരു ബോട്ടാട്ടോ. അത് ഈ ടൈമിൽ മീൻ പിടിക്കാൻ പോകണമെന്നാണ്. അതിൽ 3-4 പേരുണ്ട്. ഉണ്ടോ എൻജിൻ വെച്ച ബോട്ടല്ല കേട്ടോ, വഞ്ചി. അത് പിന്നെ നമ്മുടെ അച്ഛൻ വേണ്ട കസേരയിൽ ഇരിക്കണ പോലെയാണ് ചീനയിലേക്ക് കയറിയിരിക്കുന്നത്. ആൾക്ക് അങ്ങനെ നമുക്ക് ചീനയിലേക്ക് കയറി പരിചയമായി കഴിഞ്ഞാൽ പേടി ഉണ്ടാവില്ല. അപ്പോൾ വലയിലിങ്ങനെ നന്ദനൊക്കെ ഉണ്ടെങ്കിലേ പിടിച്ചു വെച്ചിരുന്ന് നന്ദനൊക്കെ അത് ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് വലിയ തുരപ്പനൊക്കെ വരും. അതുങ്ങൾ ഈ വല കട്ടാക്കിയിടും. അപ്പോൾ അതിന് അച്ഛന് തുന്നനെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് വല തുന്നി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ചോർന്ന് വെള്ളത്തിൽ തന്നെ പോയി കിട്ടണത് അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിച്ചു കൊണ്ടിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് തുന്നാറുണ്ട് ആളിരുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ വാടാമല്ലി, ചുവന്ന വാടാമല്ലി ഇപ്പോഴാണ് കേട്ടോ പൂവായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വാടാമല്ലിയൊക്കെ കരിഞ്ഞതും ചീഞ്ഞതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ്. പിന്നെ നമ്മുടെ ഈ ചെത്തിമ നിറച്ച് പൂവുണ്ട് കേട്ടോ. അത് പിന്നെ അതിൻ്റെ കൂമ്പൊക്കെ ഒന്ന് വെട്ടിയൊന്ന് ഷേപ്പാക്കി നിർത്തണം. പിന്നെ ഇതിപ്പോൾ ഓർക്കിഡിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. പല വീടുകളിലും ഞാനിപ്പോൾ ബസ്സിന് വരുമ്പോൾ കാണാറുണ്ട്. പല വീടുകളിൽ പല വെറൈറ്റി ഓർക്കിഡുകൾ ഇപ്പോൾ പൂവുണ്ടായിട്ട് നിൽക്കണൊരു കാഴ്ച. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ചില വീടുകളിൽ ഓർക്കിഡ് മാത്രം വെക്കണ വീടുകളുണ്ടല്ലോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ വീടുകളിലെ ചെടികളാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ചില വീടുകളിൽ വിങ്കാ റോസ് വെക്കണതാണ്, ചില വീടുകളിൽ ഓർക്കിഡ്. പിന്നെ വിങ്കാ റോസൊക്കെ വെക്കണോടത്ത് ഇഷ്ടംപോലെ പൂവുണ്ടായി വെക്കണതാണ്. പിന്നെ ചൈനീസ് വാത്സ്യം അങ്ങനെ. പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ ഞാൻ ഈ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടാന്ന് വെച്ചാൽ അത് പിടിക്കണമെങ്കിൽ നമുക്ക് മണ്ണിലോട്ട് തന്നെ താത്തി വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ ചെമ്പരത്തി നമുക്ക് മണ്ണിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ പൂവുണ്ടാവുള്ളൂ. ചട്ടിലിരിക്കണം എന്നുള്ളത് ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി, അത് മണ്ണിലോട്ട് വെച്ച് കൊടുക്കലാണ്. പിന്നെ നമ്മുടെ കൊങ്ങിണി പൂവിനെയൊക്കെ ഞാനെടുത്ത് താഴത്തോട്ട് വെച്ച് വെച്ചാൽ മതിലിൻ്റെ മേലെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ പൂവുണ്ടായത് കാണാൻ പറ്റാനില്ല. ഇതുമ്മ വേറെ ചെടിയും ഇഷ്ടംപോലെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതുമ്മ ഒരു പൂവുണ്ടായി നിൽക്കണമെന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തെ ഇതാണ് കേട്ടോ. ഞാനന്ന് എനിക്ക് ഒഴിവ് ദിവസമാണ്. ഇന്ന് അപ്പം ഇന്ന് കുറച്ച് വൈകിയാണ് എണീറ്റാക്കണത്. അപ്പോൾ വൈകി എണീറ്റിട്ടുള്ള എൻ്റെ കുറച്ച് പണികളാണ്. ഇന്നിപ്പോൾ ഒഴിവ് ദിവസമായ കാരണം വെള്ളയപ്പവും കുറുമക്കറിയാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പുട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട ദിവസമാണെങ്കിൽ ഞാനൊരു 7:50 എൻ്റെ പണികളൊക്കെ കഴിയും. 8 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ ഇന്നിപ്പോൾ പയ്യെ ചെയ്യണുള്ളൂ. പക്ഷേ എനിക്ക് ഇന്നും ഒരിടത്ത് പോകാനുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇത്തിരി വൈകി പോയാൽ മതി. 8 മണിക്കൊന്നും പോകണ്ട, ഒരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് തിളപ്പിച്ച് നമുക്ക് അതിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ചെമ്മീൻ ഇന്നലെ വാങ്ങിച്ചത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ടൊന്ന് കറി വെക്കണം. പിന്നെ വെള്ളയപ്പത്തിൻ്റെ പണികൾ, പിന്നെ കുറുമക്കുള്ള ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചിട്ട് അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലിനി കശുവണ്ടിയൊക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓരോ പണികളൊക്കെ ഞാൻ തീർത്ത് വെക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വെള്ളയപ്പം ആകുമ്പോൾ നമുക്ക് കിച്ചണിൽ തന്നെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള പണികൾ നമുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ പിന്നെ ഏതായാലും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതിനോട് കണക്ഷനായിട്ടുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് ബാക്കി എല്ലാ പണികളും തീർത്ത്. വെള്ളയപ്പത്തിൻ്റെ പണി മാത്രമാണ് നമുക്ക് തീരാത്തത്. ചെമ്മീൻ കറി വെച്ചിട്ടില്ല കേട്ടോ. ചെമ്മീനിനി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് എടുക്കണുള്ളൂ ചെമ്മീനൊന്ന് ചാറാക്കി വെക്കാമെന്ന് ഓർത്താണ്. നമ്മുടെ പുഴയിലെ ചെമ്മീനല്ല കേട്ടോ, നമ്മൾ വാങ്ങിച്ചതാണ്. കുറേ നാളായി ചെമ്മീൻ വാങ്ങിച്ചിട്ട്. പക്ഷേ ഈ വാങ്ങിക്കണ ചെമ്മീനും അതിൽ മീനായാലും ഒരു സ്മെല്ലുണ്ടാവും ഇതിന്. അപ്പം നമുക്ക് പിന്നെ കഴുകിയൊക്കെ ഒരു വലിയ കുഴപ്പമില്ല. എന്നാലും കൊണ്ടുവരുമ്പോൾ തന്നെ ഉള്ള സ്മെല്ലേ നമുക്കത് പറ്റാത്ത കൂട്ടാണ്. കൊണ്ടുവരുമ്പോൾ ഞാനെപ്പോഴും പറയും ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാനും തോന്നുന്നില്ല ചെമ്മീനൊക്കെ, അത് കാരണം വാങ്ങിയതാണ്. ഇങ്ങനെ കുറുമക്കറിയുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ട് അതിൽ കശുവണ്ടിയൊക്കെ വറുത്തിട്ട്
പിന്നെ അതൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് ഞാനത് ടേബിളുമ്മ കൊണ്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്തി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത് ചെമ്മീൻ ഞാൻ കഴുകിയിട്ട് മുഴുവൻ ചെമ്മീൻ എടുത്തിട്ടില്ല, കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചാറാക്കി വെക്കാൻ നിർത്തണം. അപ്പോൾ അതിൽ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞാട്ടിരുന്നത്. നമ്മൾ കുടപ്പുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കൂലേ, അങ്ങനെയാണ് വെക്കണത്. അപ്പോൾ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അടിച്ചൊന്ന് ഇട്ടാൽ മതി വെന്ത് കഴിയുമ്പോൾ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് കറിയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. എവിടെയെങ്കിലും പോയിട്ട് കറി വെച്ചിട്ടില്ല പിന്നെ വന്നു കഴിഞ്ഞിട്ടത് തിരക്ക് പിടിച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് മടിയായിരിക്കും. അപ്പോൾ ചെയ്ത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുമ്പോൾ സമാധാനമായിട്ട് ഇവിടെ തിരിക്കാമല്ലോ എന്ന് ഓർത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ അതിലോട്ട് മുളക് പൊടി കുറവായിരുന്നു, പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഉപ്പുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറ്റിക്കണം. അധികം ചാറാക്കി വെക്കണില്ല, കുറേ ചാറാക്കിയാൽ ഇവിടെ അത്ര ഇഷ്ടമല്ല, വെള്ളം പോലെ ചാറാക്കി വെക്കണില്ല. എന്നിട്ട് അത് ഇപ്പം പക്ഷേ നന്നായി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെമ്മീൻ സ്മെല്ലൊന്നും ഉണ്ടായില്ല. കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്മെല്ലായിട്ട് തോന്നിയത്. പിന്നെ തേങ്ങയിൽ ഒരു കഷ്ണം വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചിട്ട് അതിലോട്ട് ഈ ചെമ്മീൻ്റെ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കണ പണി പെട്ടെന്ന് കഴിയും നമുക്ക്. എനിക്ക് തോന്നുന്നു മീൻ ഉണ്ടാക്കണേലും എളുപ്പമാണ് ചെമ്മീൻ ചാറുണ്ടാക്കാൻ. പിന്നെ അതിലോട്ട് പിന്നെ വല്ലാണ്ടിട്ട് തിളപ്പിക്കാറില്ല. എന്നിട്ട് അതിലോട്ട് കടുകും ഉള്ളിയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ്. പിന്നെ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ചെമ്മീനൊക്കെ നന്നാക്കിയ മീൻ എന്തെങ്കിലുമൊക്കെ നന്നാക്കി വെക്കണമെങ്കിൽ നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കഴിയും. അതിപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോകണ്ടല്ലോ, അപ്പോൾ ഞാൻ എപ്പോഴും പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേദിവസമൊക്കെ അരിഞ്ഞ് വെക്കും. അപ്പോൾ തലേദിവസം അരിഞ്ഞ് വെക്കുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും അടപ്പത്തോട്ട് വെച്ചാൽ മതി, അല്ലാണ്ട് അന്നേരം നിന്ന് അരിയാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ പണികൾ പെട്ടെന്ന് കഴിയും. ഞാനൊരു 5:30 കഴിയുമ്പോൾ എണീക്കാറുള്ളൂ. പക്ഷേ എൻ്റെ പണി ഒരു 7 മണി ഒക്കെ കഴിയുമ്പോൾ എൻ്റെ പണി കഴിയും. പുട്ടുണ്ടാക്കും, പുട്ടിന് അങ്ങനെ കറി ഉണ്ടാക്കൽ കുറവാണ്. പുട്ടിന് പഴം എന്തെങ്കിലും ആയിരിക്കും. പിന്നെ കറി എന്തെങ്കിലും നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട്, പിന്നെ കൊണ്ടുപോകാനുള്ളതും ഉണ്ടാക്കണം. പക്ഷേ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ഇന്ന് ബീൻസ് കുറച്ച് ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നു. കുറേ ദിവസമായി വാങ്ങിച്ചു എന്ന് വെച്ചാൽ 1 കിലോ ഒക്കെ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് വെച്ചാൽ മതിയല്ലോ, അധികം ചിലവില്ല ഇതിനൊക്കെ. അപ്പോൾ കുറച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഇന്ന് വെക്കാമെന്ന് ഓർത്താണ്. അല്ലേ ഇവിടെ എപ്പോഴും പച്ചക്കറി വേണം. ഇവിടെ മീൻകറി മാത്രം, ചെമ്മീനുണ്ടെങ്കിൽ ചേട്ടൻ ചോദിക്കും പച്ചക്കറി ഒന്നും വെച്ചില്ലെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ബീൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം ഒഴിവാക്കാമല്ലോ ഓർത്താണ് ഞാൻ ബീൻസ് വെക്കണത്. പിന്നെ അത് തീരെയും വേണമല്ലോ, കുറേ ദിവസമായി കഴിഞ്ഞാൽ അത് പാഴായി പോകും. അതിൽ ഉപ്പും ഞാൻ വെളിച്ചെണ്ണയിൽ വാട്ടിയല്ല കേട്ടോ ബീൻസ് പച്ചങ്ങയൊക്കെ വെക്കണത്. ഇത്തിരി ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. അധികം വെള്ളം ഒഴിക്കൂല, കണ്ട വെള്ളം ഇപ്പോൾ കാണാൻ പറ്റില്ല, വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. അപ്പോൾ അധികം വെന്ത് കുഴഞ്ഞും പോകില്ല, എന്നാൽ വെന്തിട്ടും ഉണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണ പോലുള്ള ടേസ്റ്റ് കിട്ടും ഇതിന്. പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലെ മൺപാത്രത്തിലിട്ട് വേവിച്ചെടുക്കണം. മൺപാത്രത്തിലിട്ട് വേവിച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് നല്ലോണം ഒട്ടും ഒരു തുള്ളി വെള്ളമില്ലാണ്ട് സംഗതി വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഉള്ളിയൊക്കെ ഇത്തിരി കൂടുതലിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി, എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ വാട്ടണയിലൊക്കെ ഇടുന്നത്. വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ വീട്ടിലുണ്ടായ വേപ്പില കേട്ടോ, അതിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സംഗതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചുള്ളല്ല ബീൻസ് കുറച്ചെടുക്കുമ്പോൾ അതിൽ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേരുമ്പോൾ ഈ സംഗതിക്ക് ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും ഉള്ളിയും ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിവിടെ മുളകിൻ്റെ എന്ന് വെച്ചാൽ ചേട്ടന് അധികം മുളക് വേണ്ട, അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ, ഇട്ട് എടുക്കണ്ട കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞ്. ഇനി എനിക്ക് അലക്കാനുള്ളതൊക്കെ ഞാൻ മെഷീൻ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അലക്കാനുള്ളതൊക്കെ ഇനി അത് വിരിക്കണം. ഇനി
അത് വിരിച്ചിട്ട് വേണം പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുളിക്കണം. പിന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പാത്രങ്ങൾ കുറച്ച് കഴുകണം. അതൊക്കെയുള്ള നമ്മുടെ ഏറ്റവും വലിയ പണികൾ. നമുക്ക് ഇങ്ങനെ കറി വെക്കാനല്ല പണി, അതിനപ്പുറത്തോട്ട് കുറേ പണികളുണ്ടാവുമല്ലോ നമുക്ക്. അതിനെ തീർക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷേ രാവിലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ കാരണം നമുക്ക് സമാധാനമായിട്ട് എനിക്കിന്ന് പോകാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.